പതുക്കെ തേക്കടാ, പതുക്കെ തേക്ക്. വേദന പറ്റിയത്? ഓ ഒന്നും പറയണ്ടടാ, എൻ്റെ പില്ലോയ്ക്ക് ഇച്ചിരി പൊക്കം കൂടിപ്പോയതാ. ഏതോ ആംഗിളിൽ കിടന്നിട്ട് രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ട് എന്തൊരു വേദന. എടാ പതുക്കെടാ. അച്ഛമ്മ ഇത് ശരിയാക്കിയില്ലെങ്കിൽ അച്ഛമ്മ ഈ തല നീ ഇവിടെ നിപ്പുണ്ടായിരുന്നോ? നിന്നെ ഞാൻ ഇവിടെ മൊത്തം തപ്പി. അല്ല അത് ഞാൻ കണ്ടില്ല. നീ കണ്ടില്ലേ? ഇല്ല, ഞാൻ ഇവിടെ അച്ഛമ്മക്ക് പരട്ടി കൊടുക്കായിരുന്നു. നീ സിന്ധു ചേച്ചിയുടെ കൂടെ കള്ളനെ പിടിക്കാൻ പോയതല്ലേ ഇവിടെ? ഓ അപ്പച്ചി ഞാൻ പോയി. ആ ഞാൻ പോയപ്പോ ഈ കള്ള ഓടാൻ വേണ്ടി ഇരിക്കുന്നു. അപ്പൊ അച്ഛനും ചിറ്റപ്പനും വന്നിട്ട് നെഞ്ചു നോക്കി ചവിട്ട് നോക്കി കള്ളന്റെ. അയ്യോ എന്നിട്ട് കള്ളം വന്ന് വീണ് കള്ള എണീച്ച് ഒറ്റ ഓട്ടം. ഇവര് പറഞ്ഞ പടി ബെസ്റ്റ്. ഇതിപ്പോ എന്തായാലും വന്നവരും നിന്നവരും എല്ലാം കൈ ഒഴിഞ്ഞു. ലാസ്റ്റ് ചേട്ടനും സുമയും തൂങ്ങുമെന്നാ തോന്നുന്നത്. അതെങ്ങനെ ശരിയോ? ആ സിന്ധു ചേച്ചിന്റെ ഇടയ്ക്ക് ഞാൻ ചെന്നിട്ട് സാക്ഷി പറയണം പോലീസുകാർ വരുന്നെന്ന് പറഞ്ഞപ്പോ പറയാ ഇവിടുന്ന് ഒന്നും എടുത്തിട്ടൊന്നുമില്ല, ഇവിടെ ആർക്കും ഒരു പരാതിയും ഇല്ലാന്ന്. അഴിച്ചു വിട്ടേക്കാനൊക്കെയാ പറയുന്നത്. അവൾ അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാകുന്നേ? അത് അവളുടെ വീട്ടിലെ കള്ളം കയറിയതല്ല, നമ്മുടെ വീട്ടിലല്ലോ. ഇതിപ്പോ എന്നോട് ചോദിച്ചിട്ട് എന്ത് ചെയ്യാനാ? പുള്ളിക്കാരി എന്തായാലും കൈ ഒഴിഞ്ഞു. ചേട്ടനോട് സുമേനോട് എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചോളാൻ പറഞ്ഞു. ബെസ്റ്റ്. എന്നിട്ട് നീ ശിവനെ വിളിച്ച് പറഞ്ഞോ? ആ ശിവേട്ടനും പറയുന്നത് എങ്ങനെങ്കിലും ഇതിൽ നിന്ന് തലേ ഊരിക്കോളാനോ. പാവം ഗോപകുമാർ ടി പി. കള്ളൻ ഇൻഷിയിലേക്ക് ഉണ്ടാ? അത് കള്ളനാവുന്നതിന് മുമ്പ് അവനുള്ള ഇൻഷല. എടി പെങ്കി, നിന്റെ കൂടെ പഠിച്ച ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടോടി? ഇവൻ മാത്രം ഇങ്ങനെ ആയി പോയുള്ളമേ, ബാക്കി എല്ലാരും രക്ഷപ്പെട്ടു. എന്നിട്ട് നീയോ? ഞാൻ പണ്ടേ രക്ഷപ്പെട്ടതല്ലേ. അപ്പച്ചി രക്ഷപ്പെട്ടില്ലേ? സമയത്തിന് ഫുഡ്, സമയത്തിന് ഉറക്കം ഇല്ലേ? നീ അമ്മയെ തിരുമ്മിയാ മതി കേട്ടോ, എന്നെ തിരുമ്മാ നിക്കല്ലേ. അപ്പച്ചി ദേഷ്യപ്പെടല്ലേ? അപ്പച്ചി ഞാൻ ചുമ്മാ അറിഞ്ഞല്ലേ. എന്താ എടി നല്ല കുഴമ്പാടി, നിന്റെ നാക്കിന്റെ ഉളുക്കൊക്കെ അങ്ങ് മാറി കിട്ടും. കുറച്ച് വെള്ളം കൊണ്ടുവാ. ഞാൻ കൊണ്ടുവരാച്ചാ. എടാ അച്ഛമ്മ ഞാൻ പിന്നെ തിരുമ്മി തരാം. അയ്യോ നീ പോലെ വെള്ളം എടുക്കട്ടെ. പെങ്കി തിരുമിത്താടി. കൊച്ചുമോനോട് പറ തിരുമ്മി തരാൻ. അവൻ പോയി. ആ ഞാനേ പോയി എന്റെ നാക്കിന്റെ ഉളുക്ക് മാറ്റട്ടെ. ആ കുഴമ്പ് എന്തേടി? പുറകിൽ ഇരിപ്പുണ്ട്. കൊണ്ടുവരും. ഈ അങ്കിളിന് നമ്മളിനി എന്തോ ചെയ്യും? പോലീസ് വരുമോ? പോലീസ് ഒന്നും അവരെന്ത് പറഞ്ഞു വിടും. നമ്മളിപ്പം ഞാൻ പോകില്ല, എനിക്ക് നാളെ പരീക്ഷയുണ്ട്. പരീക്ഷ? എന്തോന്ന് പരീക്ഷ? ഹിസ്റ്ററിയുടെ പരീക്ഷ. ബാക്കില്ലാതെ അടി കിട്ടിയേട്ടാ. ബാക്കില്ലാതെ വെള്ളം മതിയാ. മതിയാ. അങ്കിളി നീ ഒന്നാം പാനി പഠിച്ചു വെച്ചു കേട്ടോ. ഇത് പ്രശ്നമാവോ? ഇത് പിടിച്ചാണ്. അപ്പച്ചി 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 നിനക്ക് രണ്ടെണ്ണം തരാനിരിക്കുവെന്ന് ഞാൻ. അപ്പച്ചി ഇവിടെ ഇരുന്നോ? ആ അങ്കിൾ അവിടെ ഹിസ്റ്ററി പരീക്ഷയ്ക്ക് പഠിച്ചു തുടങ്ങി. ഹിസ്റ്ററി പരീക്ഷ? ഓ ഹിസ്റ്ററി പരീക്ഷ. ഓടിച്ചു പോയല്ലോടാ. നീ എന്തിവിടെ? ഓ വന്ന ഒളിച്ചിരുന്നായിരിക്കും അല്ലേ? നീ ഒറ്റൊരുത്തനാണ് ഇതിനെല്ലാം കാരണം. ഞാനൊന്നും ചെയ്തൊന്നുമില്ല. ചേട്ടനാ കുറിച്ച് ഇടിച്ചത്. പിന്നെ അച്ഛൻ അങ്ങനെ ഒന്നും ചെയ്യത്തൊന്നുമില്ല. പിന്നെ അച്ഛൻ ഒന്നും അങ്ങനെ ചെയ്യത്തൊന്നുമില്ല. എന്തൊക്കെയാണെങ്കിലും പാവം ഗോപകുമാർ ടി പി. ഞാൻ ആലോചിക്കുന്നതല്ല, ഈ കള്ളന്മാർക്ക് ആരെങ്കിലും ഇത്ര നല്ല പേരിടുവോ? എടാ എന്റെ കൂടെ ഉണ്ടായിരുന്നടാ 10ാം ക്ലാസ്സിൽ ബെബറ്റ് ചെലൂക്ക്. വേറെണ്ണം ഉണ്ടായിരുന്നു, സുമേഷ് കുഞ്ഞുണ്ണി. നന്നായിട്ടുണ്ട്. അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, 10ാം ക്ലാസ്സിൽ മിടുക്കനായിരുന്നു പഠിക്കാൻ? 10ാം ക്ലാസ്സിൽ മിടുക്കനായിരുന്നു പഠിക്കാൻ? ആയിരുന്നോന്നോ? ഹിസ്റ്ററിക്കൊക്കെ അവന് ഫുൾ മാർക്കായിരുന്നു. ആ ഞാനേ അവന്റെ പേപ്പർ നോക്കി എഴുതിക്കൊണ്ടിരുന്നത്. കണ്ടോടാ, ഇവള് പണ്ടേ കളിയാ, അവ ഇപ്പം കള്ളനായതാണ്. ചെറുക്കാൻ എനിക്ക് നല്ല ദേഷ്യം വന്നിരിക്കും കേട്ടോ. ഇപ്പൊ വാങ്ങിച്ച് കുത്തു തരും ഞാൻ. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ മനുഷ്യൻ ടെൻഷൻ അടിച്ചിരിക്കുവോ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ. എടാ ശംഭു, പുള്ളിക്കാരൻ ഹിസ്റ്ററി അരച്ച് കലക്കി കുടിച്ചാന്നല്ലേ പറയുന്നേ. അപ്പൊ നിനക്ക് എന്തുകൊണ്ട് പുള്ളിയുടെ ട്യൂഷൻ ക്ലാസ് നോക്കൂടാ? അയ്യേ എനിക്കൊന്നും വയ്യ അങ്ങനെ ട്യൂഷൻ ക്ലാസ്സിൽ പോയേ. അല്ല നല്ലതാടാ. എനിക്ക് വയ്യ. ഞാനൊരു ഉപമ പറഞ്ഞേ ഉള്ളൂ. ഇവിടെ ഉപയമയം പറഞ്ഞോണ്ടിരുന്നോ? എന്ത് ചെയ്യും ദൈവമേ. അപ്പച്ചി ഇവിടെ നിൽക്കുന്നതിന്? അപ്പച്ചി അങ്ങോട്ട് പോ. ഉപ്പച്ചി അങ്ങോട്ട് പോ. ഉപ്പച്ചി അച്ഛനിരിക്കുന്ന കണ്ടില്ലേ? ഞാൻ ആലോചിക്കുന്നത് ഇത്രയും പ്രായമുള്ളവരൊക്കെ ഇവിടെ പഠിച്ചിട്ടുണ്ടോ? ചിലപ്പോ അങ്ങനെ തോറ്റു പഠിച്ചിരിക്കും. അതുകൊണ്ടായിരിക്കും ഫുൾ മാർക്ക് എല്ലാത്തിനും. അങ്ങനെ തോറ്റു ഫുൾ മാർക്ക് കിട്ടുമോ? പിന്നെ എക്സാം പേപ്പർ അത് തന്നെയല്ലേ വീണ്ടും ഒറ്റ അടിയിട്ട് അങ്ങനെ ഞാൻ ഫുൾ മാർക്ക് പഠിക്കത്തില്ലായിരുന്നോ? തോറ്റു പഠിച്ചിട്ട് കറക്റ്റ്. ആവശ്യമില്ലാത്ത സംസാരിക്കില്ല. തോറ്റു പഠിച്ചു.